അപ്പോൾ ഇപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ടുള്ള വൈറലായി കൊണ്ടിരിക്കുന്ന മാങ്ങ ചട്നീൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങൻ്റെ 2 സൈഡ് വശം കട്ട് ചെയ്തെടുത്തതാണ് അതും. പിന്നെ 2 തക്കാളി നെടുകെ കട്ട് ചെയ്തതും ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. 8 അല്ലിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് പിന്നീട് ഒരു വശം ആവുന്ന സമയത്ത് നമുക്കൊന്ന് ഇത് തുറന്നതിന് ശേഷം രണ്ടാമതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം ഇതുപോലെ അടിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒന്ന് മുരിഞ്ഞ് വരുന്ന വരെയൊക്കെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല പച്ച മാങ്ങന്നെ എടുക്കണേ. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഈ തക്കാളിൻ്റെ തൊലി ഭാഗം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീടുള്ള പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ മാങ്ങൻ്റെ ഉള്ളിലുള്ള കാമ്പ് മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തൊലി ഭാഗം ഒഴിവാക്കിയതിന് ശേഷം ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. പിന്നെ ഫ്രൈ ചെയ്ത എണ്ണിമ്പാട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ നമ്മളെ മാങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ദോശ, ഇഡ്ഡലി, അതുപോലെ ചോറ്, ചപ്പാത്തി ഏതിന് കൂടി ചേരുന്ന ഒരു മാങ്ങാ ചട്നിയാണ്. ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.